എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് BJP-നോട് ഇത്ര വെറുപ്പ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഇപ്പോൾ പല കമൻറ്റ് ബോക്സുകളിലും പല BJP റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചാണകസംഖ്യ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം പല സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വെറുപ്പ്? നല്ലത് ചെയ്താലും വെറുപ്പ്, എന്ത് ചെയ്താലും വെറുപ്പ് എന്നുള്ളൊരു സംഭവമുണ്ട് BJP എന്ന പാർട്ടിനോട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെറുപ്പ് നിങ്ങൾക്ക് ഉണ്ടായത്? അതാണ് നമ്മളത്തെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ BJP-നോട് എന്താണ് എല്ലാവർക്കും ഇത്ര ശത്രുത? എന്താ പറയാ, ഒരാളെ ഇന്ത്യ ഭരിക്കണത്. എല്ലാവരും ഇപ്പൊ ആരെന്ത് അഖിൽമാരായാലും ഏത് വ്യക്തികളായാലും BJP-നെ പറ്റി അവരുടെ നല്ല കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചാണകം എന്നും ഒരുപാട് വൃത്തിയായിട്ട രീതിയിലാണ് BJP-നെ പറ്റി പറയണത്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മനോഭാവം? അതെന്ന് എന്താ പറയാ, NP എന്നാണ് ഒരു ഒറ്റ പ്രസ്ഥാനം. അതിനെ 16 എന്തോ ഘടകകക്ഷികൾ ഒരുമിച്ച് നിന്നിട്ട് പോലും തറക്കാൻ പറ്റില്ല. കാരണം അമ്മാരി വികസനമാണ് ഇന്ത്യയിൽ അവർ കൊണ്ടുണ്ട്. ഇപ്പൊ തന്നെ അറിയാം ദേശീയപാത, പിന്നെ ഇന്നത്തെ ഇതാണെങ്കിൽ തലശ്ശേരി മാഹി ഹൈവേ തുറന്നെടുത്ത്. ഇതൊക്കെയാണ് സംഭവം. അതായത് വികസനത്തെ പറ്റി പറയുമ്പോഴൊക്കെ ഇവര് തെറി പറയാണ്. അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും തെറി പറയാണ്. അല്ല, അത് അങ്ങനെ പറ്റുള്ളൂ. കാരണം ഇവരെ അങ്ങനെ താഴ്ക്കാൻ വേണ്ടി നോക്കണ്. പക്ഷെ എന്നിട്ടും പറ്റുള്ളവർക്ക് അപ്പൊ എങ്ങനെ ഇങ്ങനെ ചെറുച്ചോണ്ടിരിക്കുക. മലയാളികൾക്ക് ഓരോരുത്തരുടെ ചിന്താഗതിയല്ലേ, മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല അത്. എന്നാലും ഇപ്പൊ നമ്മൾ സുരേഷ് ഗോപിനെ പോലുള്ള ഒരാളെയൊക്കെ ചാണകം എന്നൊക്കെ പറഞ്ഞ് ആളെ കളിയാക്കാണ്. മലയാളികൾക്കുള്ള ഒരു കൾച്ചറാണ് അത്, മറ്റുള്ളവരെ അവഹേളിക്കാന്നുള്ളത്. ഓരോരുത്തർ എന്ത് നന്മ ചെയ്യുന്നുള്ള ഒരു ചിന്തയല്ല അത്. BJP-ക്കാർ എന്ത് നന്മ ചെയ്തല്ലേ എന്തിനും പറഞ്ഞാൽ പോലും ഇവൻ ചാണകല്ലേ, ഇവൻ സംഖ്യയല്ലേ എന്നൊക്കെ പറഞ്ഞു. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമാണത്, മലയാളികളുടെ. അതാണ് സംഭവം. ഞാൻ പറയാവേ, നമ്മുടെ ഒരു മതേതര സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പമല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാ മതക്കാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പക്ഷേ പാർലമെൻറ്റിനകത്ത് നടന്ന സംഭവം എന്നതാ, ഒരു ഹിന്ദുത്വ എന്താ പറയുന്നത് ഒരു പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നില്ലേ. അത് എത്രയോ ആൾക്കാരുടെ മനസ്സ് വ്രണം ഉണ്ടായിട്ടുണ്ടെന്നറിയോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഹിന്ദു ജാതിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് എന്താ പറയുന്നത്, അതായത് അതോറിറ്റീസ് എല്ലാം വരുന്നത്, അത് ബാക്കി ആൾക്കാർ നമ്മുടെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാചകമാണ് ഞാൻ വരുന്നത്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ നെഹ്റു ആയി ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രം ആകണമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് അടുത്തോണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണ് അവർ വെറുക്കുന്നത്. അതുകൊണ്ട് അതായത് ഒരു കാര്യം അത്. പിന്നെ അതിനുശേഷം അവിടെ ബാക്കി ഉള്ള അതായത് മുസ്ലിംസിനോടും ക്രിസ്ത്യൻസിനോടും ബാക്കിയുള്ള മതസ്ഥരോടുമൊക്കെ അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ അപ്രോച്ച് ഒരിക്കലും നമുക്ക് ചൂടുള്ള രീതിയിലാണോ? ഇതാണ്. BJP-യോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും BJP-നോട് വെറുപ്പാണ്. എനിക്കറിയില്ല അതിന്റെ കാരണം, എനിക്കറിയില്ല. എല്ലാവരും ചാണകം, ഇപ്പൊ സുരേഷ് ഗോപിനെ പോലും ചാണകം ഒക്കെ പറഞ്ഞ് ആളെ അവമാനിക്കാണ്. എന്തുകൊണ്ടായിരിക്കും അവരുടെ അറിവില്ലായ്മ കൊണ്ടാ. BJP-നോട് എന്താണ് ചെയ്യേണ്ട മനോഭാവം? വളരെ നല്ല മനോഭാവമാണ്. മോദി സർക്കാരിനോട് വലിയ ആരാധനയുണ്ട്. മോദി രാജ്യത്തിന് വളരെ ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയ ഒരു നേതാവാണ്, ലോകം അംഗീകരിക്കുന്ന നേതാവാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് മതം, അറിയാമല്ലോ, എല്ലാവരും കൊണ്ട് തലിപ്പ് നടിക്കുന്നത്, അതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി അവർ കൈക്കൂലി മേടിക്കുന്ന എല്ലാതാണ്. പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ അവർ മോശമാണ്. ബാക്കിയൊക്കെ അവർ ഡീസൻ്റാ. പുരോഗമനമുണ്ട്, വന്ദേമാതരം വന്നു, ഇഷ്ടപ്പെട്ടിട്ട് അനുകൂട്ടി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബാക്കിയൊക്കെ ഓക്കെയാണ് അവർ. ഓക്കെ 100% ഓക്കെ. വെറുക്കണം. ബാക്കി അവരെ പറ്റി 100%. അത് വർഗീയതൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. പിന്നെ ആടിനെയും കാളേനെ കൊണ്ടുപോയി തല്ലിക്കൊല്ലും, പശുവിനെ കൊണ്ടുപോയി മനുഷ്യരെ തല്ലിക്കൊല്ലും. എല്ലാവർക്കും വേണ്ടതാണ്. ആരും ഉപദ്രവിക്കാൻ പാടില്ല. എല്ലാ മനുഷ്യരും ഒരേപോലെ കരുതണം. ഇത് വെറുപ്പ് തോന്നിക്കുന്നവരുണ്ട്, വെറുപ്പ് തോന്നിക്കാത്തവരുണ്ട് BJP-യിൽ. അപ്പോൾ എല്ലാം സമനിലയിൽ പോകണം. കേരളത്തിൽ അങ്ങനെ വലിയൊരു തല്ലിക്കൊല്ലുണ്ടാ, കേരളത്തിൽ തല്ലിക്കൊല്ലുന്ന അപ്പം പ്രതികരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും നന്നായിട്ട് ഭരിക്കണം, പെരുമാറണം. BJP-നോട് ആർക്കും വെറുപ്പില്ല, പക്ഷെ കാണിക്കണം കൊണ്ടിട്ടാണ്.
പക്ഷെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്താലും ചാണകല്ലേ നീ സംഖ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് സംഖ്യ ചാണകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട്. അതെന്താ അങ്ങനെ? അത് അവർക്ക് ഒരു പ്രത്യേക ഇതാണ്. അതുകൊണ്ടാണ് മനുഷ്യനോട് ഇടവഴിക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇവിടെ നെഹ്റു, ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി ഒരുപാട് രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നു. വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ട് അവരെ പറ്റി. എത്ര മഹാന്മാർ മരിച്ചുപോയി. പിന്നെ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അലമ്പുണ്ടായത്. ഭരണം അലമ്പുണ്ട്. മനുഷ്യരെ ദേഷ്യപ്പെടുത്തുന്ന ഭരണങ്ങളായി മാറി. അതുകൊണ്ട് നന്നായിട്ട് ഭരിച്ചവർക്ക് കുഴപ്പമില്ല. അറിയാൻ പാടില്ല. ചാണകം ഉള്ളതുകൊണ്ടായിരിക്കും. ചാണാനായോണ്ടായിരിക്കും. അത് അങ്ങനെ പറയാൻ കാരണം എന്തേലൊക്കെ കാണിക്കുവാ. എന്തുകൊണ്ടായിരിക്കും ചാണകം എന്നൊക്കെ വിളിക്കുന്നത്? എനിക്കറിയില്ല. ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ല, ഓരോരുത്തർക്ക് എന്ത് വിളിക്കണം എന്നൊക്കെ. നല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. BJP പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എല്ലാരും തന്നെ നല്ലതാണ്. നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് എല്ലാരും. എല്ലാം അടിപൊളിയാണ്. അങ്ങനെ വെറുപ്പൊന്നും നിങ്ങൾ പറയണല്ലേ? അല്ല, നമ്മളിപ്പോ എവിടെ നോക്കിയാലും കമന്റ് ബോക്സിൽ ഇപ്പൊ സുരേഷ് ഗോപിന് വരെ ചാണകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ. എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റൂലല്ലോ. നമ്മൾ മൊത്തമായിട്ട് നോക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ്. പെട്രോളിൻ്റെ വിലയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പെട്രോള് വില കൂടുതലാണെങ്കിൽ ഇപ്പോൾ വണ്ടികളൊക്കെ ഓടുന്നില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ, നമ്മുടെ രാജ്യം ബാക്കിയുള്ള രാജ്യങ്ങളുടെക്കാട്ടി ഒപ്പത്തിക്കൊണ്ടിരിക്കുന്നില്ലേ. അല്ലാതെ ഇവിടെ കിടന്നോളൂ ഈ തത്തി കളിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കണം. എല്ലാവരും സംഘി എന്ന് പറയാനോ അല്ലെങ്കിൽ BJP എന്ന് പറയാൻ തന്നെ അതൊക്കെ ആളുകൾ പറയും. തമിഴിനെ കണ്ട അണ്ണാച്ചി എന്ന് പറയും ഇല്ലേ? പക്ഷെ അവൻ നന്നായിട്ട് പണിയെടുക്കും. അപ്പോൾ അവനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കളത്തരവും പഠിച്ചു. അപ്പോൾ അതൊന്നുമല്ല കാര്യം. നമ്മൾ നോമിനലായിട്ട് ചിന്തിക്കുക, എന്താണ് ഇവിടെ നടക്കുന്നത്, ആരാ വെള്ളയടിക്കാത്ത വെള്ളയടിക്കാത്ത ആരാളെ. എല്ലാ രാഷ്ട്രീയക്കാരും അതൊക്കെ തന്നെയാണ്. തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറഞ്ഞ മാതിരി BJP തന്നെയാണ് ഇപ്പോൾ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി ഒരുപാട് പേർക്ക് ഒരുപാട് അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. മലയാളികൾക്ക് ബോധമുള്ളതുകൊണ്ട്. എന്താണ് അതിന് അങ്ങനെ വെറുക്കാനുള്ള റീസൺ? അതായത് ഇവിടെ ഈ വർഗീയത 40 വട്ടം വർഗീയത മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തിയായിട്ട് രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എഡ്യൂക്കേഷനുള്ള വ്യക്തികൾ വർഗീയതയെ തിരിച്ചറിയുകയും വർഗീയതയെ എതിർക്കുകയും ചെയ്യും. ഇന്ത്യയിൽ മൊത്തം ഏറ്റവും കൂടുതൽ വർഗീയത വിളമ്പുന്നത് BJP ആണെന്നുള്ളതുകൊണ്ട് BJP വെറുക്കുന്നു. സിമ്പിൾ. ഇപ്പൊ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും വികസനങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ BJP ഡിപ്പെൻഡ് ചെയ്തൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിനിടയിൽ ചാണകം സംഖ്യ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഈ നല്ലതെന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ BJP ഭയങ്കരമായിട്ട് വികസിപ്പിച്ച് എന്നുള്ള സാധനങ്ങൾ മനുഷ്യനൊരു ഒരു ഇതിനുള്ളിലാക്കിയിട്ടേ അവിടെ AC വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടിട്ട് അവിടെ AC വെച്ച് കൊടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നതിനകത്ത് വലിയ യുക്തിയൊന്നുമില്ല. മനസ്സിലായോ? മനുഷ്യർക്ക് ബേസിക്കലി ജീവിച്ച് മരിച്ച് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ വേണ്ടത് എന്താണ്? 2 തട്ടിലായിട്ട് മനുഷ്യനെ കാണാത്ത ലോകമാണ് വേണ്ടത്. ആ ലോകം ഉണ്ടാക്കാൻ BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധ്യമല്ല. അങ്ങനെ ഇല്ലാത്തൊരു ലോകത്ത് വന്നിരുന്നെങ്ങാണ്ടാണ് ഇവർ പറയുന്നത് എന്ത് ഞങ്ങളിവിടെ വികസിപ്പിക്കുന്നുണ്ടെന്ന്. ശരിയാണ്, BJP അന്നേരം വികസനം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. തർക്കമില്ല. വികസനത്തിനേക്കാൾ പ്രശ്നമായിട്ടുള്ള മതം ഒരു പ്രശ്നമാണ്. വർഗീയത ഒരു പ്രശ്നമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ കോർണർ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് BJPക്കാർ. അതുകൊണ്ടാണ് BJP എതിർക്കുന്നത്. അവരാ മതം ഈ പറഞ്ഞ പോലെ മതം അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വർഗീയത മാറ്റി നോക്കട്ടെ. ഞാൻ സപ്പോർട്ട് ചെയ്യും BJP. അത് മാറ്റാൻ പോകുന്നില്ല. BJPയുടെ അജണ്ട തന്നെ മതം വളർത്തുക എന്നുള്ളതാണ്, ഹിന്ദുരാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അത് BJPനെ കുറിച്ച് കൂടുതൽ അറിയാൻ പാടില്ലാണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലക്ക് പണ്ട് പോലെ ജനങ്ങളുടെ ഉള്ളിലൊരു കരട് വീണ് കിടക്കണതുകൊണ്ടാണ് അത് ആ കാഴ്ചപ്പാട് മാറ്റണം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ രാജ്യം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ BJPയിലൂടെ പറ്റുള്ളൂ. ഒരു BJPക്കാരന് BJP ആണെന്ന് പറയാൻ തന്നെ ഒരു മോശമുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയില്ല. എന്നെ ഇപ്പോൾ സംഖ്യ എന്ന് വിളിച്ചാലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. സംഖ്യന ചാണകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കേണ്ട ഒരു കാര്യമില്ല. അതിലൊന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ ചാണകം എന്ന മുതലാണ് ആൾക്കാർക്ക് അശുദ്ധമായി തുടങ്ങിയത്. നമ്മളൊക്കെ ഞാനൊക്കെ ജനിച്ച കാലം മുതൽ കാണണം ഈ ചാണകം മെഴുകിയ പെരയിൽ ജനിച്ച് വളർന്നവരെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴല്ല ചാണകം എല്ലാവർക്കും അറപ്പ് വെറുപ്പ്. എല്ലാവരും ഒരു പശുവുള്ള വീട്ടിൽ തന്നെ ആ വീടിൻ്റെ ഒരു ഐശ്വര്യ ഒരു പ്രത്യേകതയാണ്. ആ വീടിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ചാണകക്കുഴിയും തൊഴുത്തുമെല്ലാം കാണാമായിരിക്കാം. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ അതിനൊരു ഐശ്വര്യം ഉണ്ടാവും. അതൊരു വൃന്ദാവനം പോലെയാണ്. അത് മനസ്സിലാക്കണം. അതിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും
ക്രിസ്ത്യാനി ആയാലും പശുവിനെ വളർത്തണ ആ വീടിന് പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും. BJP എന്ന പാർട്ടിയോട് ബിജെപിയോട് ദേഷ്യം നമുക്കിപ്പോ ഒരാൾക്ക് നല്ലതുണ്ടാവുമ്പോ അസുഖം ഉണ്ടാവൂലേ? എന്തായാലും ഇപ്പൊ BJP-കാർ എന്ത് പറഞ്ഞാലും അവരുടെ ചാണകമൊന്നും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാൽ മാക്സിമം അവരെ അല്ല, കളിയാക്കാൻ ഏതൊരാളുടെ ഉയർച്ചയിൽ ഉണ്ടായിക്കണത് ഇതുപോലെ പല ആൾക്കാരും ചെളിവാരി എറിഞ്ഞിട്ടാണ്. അപ്പൊ പല ആൾക്കാരും ചെളിവാരി എറിയും, എന്നാലും അവരെ ഉയർച്ചയിലേക്ക് എത്തും. ആരെ വെറുപ്പുള്ളെന്ന് പറഞ്ഞു അല്ല ഇപ്പൊ സുരേഷ് ഗോപിനെ പോലുള്ള ഒരു വ്യക്തിനൊക്കെ കമന്റ് ബോക്സിലൊക്കെ ചാണക സംഖ്യ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിളിക്കാറുണ്ട് ആൾക്കാര്. എനിക്കതിനോട് വെറുപ്പില്ല, എനിക്കതിനോട് വെറുപ്പില്ല. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും നെഗറ്റീവ് പറയുന്നുണ്ട്. BJP എന്ന് പറയാൻ തന്നെ ആൾക്കാർക്ക് മടിയുള്ള പോലെ തോന്നാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കുഞ്ഞ്. എനിക്ക് വെറുപ്പില്ലാത്ത പ്രസ്ഥാനം അതാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ പുറത്തുണ്ട്, സാമൂഹിക പ്രവർത്തനത്തിന്റെ മികവുള്ളത് കൊണ്ടാണ് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നത്.